ഒരു കാരണവശാലും വാഹനത്തിൻ്റെ ബാക്കിലേക്ക് നീണ്ടുവരുന്ന ഡിക്കിയുടെ നീളം നിങ്ങൾ നോക്കരുത്. ഓക്കെ, നിങ്ങൾ നോക്കുക, വാഹനത്തിൻ്റെ ടയർ ഏകദേശം ആ റോഡിൻ്റെ ലൈനിനോട് അടുത്ത് വന്നിരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഏത് പോയിൻ്റ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു വാഹനം റിവേഴ്സ് എടുക്കേണ്ടത്? അതായത് വണ്ടിയുടെ ബാക്കിലെ പൊസിഷൻ ഏത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു വാഹനം റിവേഴ്സ് എടുക്കുവാനായിട്ട്? വളരെ സിമ്പിളാണ്. നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാക്കിലെ ടയറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കിക്കൊണ്ട് വാഹനം റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തന്നെ ഒരു വാഹനം റിവേഴ്സ് എടുക്കുവാനായിട്ട് സാധിക്കും. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കുള്ള ഒരു പ്രോബ്ലമാണ് വാഹനം നേരെ ബാക്കിലേക്ക് എടുക്കുവാനായിട്ട് എല്ലാവർക്കും അറിയാം. അതായത് ജസ്റ്റ് വണ്ടിയുടെ ടയർ നേരെയാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ വാഹനത്തിൻ്റെ ബാക്ക് റിവേഴ്സ് എടുക്കുവാനായിട്ട് എല്ലാവർക്കും അറിയാം. എന്നാൽ മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം, ഒരു വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് ടേൺ എടുക്കേണ്ട സാഹചര്യങ്ങളിലാണ് പലർക്കും ഒരു വണ്ടി റിവേഴ്സ് എടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാക്കിലെ ടയർ നിങ്ങളൊരു പോയിൻ്റായിട്ട് ഒരു പൊസിഷൻ മനസ്സിലാക്കിക്കൊണ്ട് വാഹനം റിവേഴ്സ് എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും വാഹനത്തിൻ്റെ ബാക്കിലേക്ക് നീണ്ടുവരുന്ന ഡിക്കിയുടെ നീളം നിങ്ങൾ നോക്കരുത്. ഇപ്പോൾ അതിന് ഞാനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു വാഹനം കുറച്ച് മുന്നോട്ട് കയറിയാണ് കിടക്കുന്നത്. ഏകദേശം വാഹനത്തിൻ്റെ ഈ ഒരു ഡിക്കിയുടെ നീളത്തിന് നേരെയായിട്ടാണ് ഈ ഒരു ഭിത്തി ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നോക്കുക, ലെഫ്റ്റ് സൈഡിലുള്ള ഈ മതിലും വണ്ടിയുടെ ബാക്കിലെ ഡിക്കിയുടെ നീളവും ഏകദേശം സെയിം ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ഈ ഒരു അവസരത്തിൽ വാഹനം മൊത്തത്തിൽ സ്റ്റിയറിങ് ലെഫ്റ്റ് ടേൺ എടുത്ത് വാഹനം വെളിയിലേക്ക് എടുക്കാൻ ശ്രമിച്ചാൽ സംഭവിക്കുന്നത്, കൃത്യമായിട്ടും വണ്ടിയുടെ ബാക്ക് സൈഡിൽ ഉരയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മുൻവശം ഈ ഒരു സൈഡ് കൂടുതൽ ഇങ്ങോട്ട് വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ സൈഡിലുള്ള ഒരു ഭിത്തിയും ആ സൈഡിലുള്ള മതിലിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പൊസിഷൻ മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല, നിങ്ങൾ റിവേഴ്സ് എടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു ടയർ ഈ ഒരു ഭിത്തിക്ക് നേരെ വരിക, അല്ലെങ്കിൽ ആ ഒരു മതിലിന് നേരെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ പൊസിഷൻ മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റിയറിംഗ് തിരിക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളെ ഞാൻ ജസ്റ്റ് വണ്ടി റിവേഴ്സ് എടുത്തൊന്ന് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ കുറേ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഓക്കെ, ഇനി നമുക്ക് വണ്ടി റിവേഴ്സ് എടുത്ത് നോക്കാം. ആ ഒരു ടയറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കിക്കൊണ്ട് റിവേഴ്സ് എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഇനി ഞാൻ നോക്കുന്നത് വണ്ടിയുടെ ആ ഒരു ടയറിൻ്റെ പൊസിഷനാണ്. ഇനി ആ ടയറിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് വാഹനത്തിൽ ഇരുന്നിട്ട് മനസ്സിലാകാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള റിയർ വ്യൂ മിററിലൂടെ നോക്കുമ്പോൾ ബാക്കിലെ ഡോറിൻ്റെ ആ ഡോർ ഹാൻഡിൽ ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ ബാക്കിലെ ഡോർ ഹാൻഡിൻ്റെ മുകളിലിരിക്കുന്ന ഗ്ലാസിൻ്റെ ആ ഒരു എൻഡ് ഭാഗം ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ വാഹനത്തിൻ്റെ ബാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിനോട് അടുത്തെത്തുമ്പോൾ നിങ്ങൾ സ്റ്റിയറിംഗ് ലെഫ്റ്റ് റൈറ്റ് ടേൺ എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെയുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് റൈറ്റ് സൈഡിലുള്ള ആ ഒരു ഭിത്തിയും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബാക്ക് സൈഡിലെ ആ ഒരു മതിലുമാണ്. അപ്പോൾ ഞാൻ ഇവിടെ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒബ്ജക്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡിലുള്ള ബാക്ക് സൈഡിലെ ആ ഒരു മതിലും, രണ്ട് റൈറ്റ് സൈഡിലുള്ള ബാക്ക് സൈഡിലെ ആ ഒരു ഭിത്തിയുമാണ്. ഞാൻ ആ ഒരു ഒബ്ജക്റ്റ് നോക്കി വേണം വാഹനം റിവേഴ്സ് എടുക്കാൻ. അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് റിയർ വ്യൂ മിററിലൂടെ ഏകദേശം എനിക്ക് ആ ഡോർ ഹാൻഡിലിനോടടുത്ത് റൈറ്റ് സൈഡിലെ ആ ഒരു ഭിത്തി, അല്ലെങ്കിൽ ബാക്കിലെ ആ ഒരു ഗ്ലാസിനോടടുത്ത് റൈറ്റ് സൈഡിലെ ഭിത്തി വരുമ്പോൾ ഞാൻ സ്റ്റിയറിംഗ് കൃത്യമായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കൊടുക്കും. ഇനി ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെ നമ്മൾ നോക്കുമ്പോൾ ബാക്ക് സൈഡിലെ അതിൽ ഏകദേശം ആ ബാക്ക് സൈഡിലെ ഡോർ ഹാൻഡിലിന് നേരെ വരുമ്പോൾ സ്റ്റിയറിംഗ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് വാഹനം റിവേഴ്സ് എടുക്കുവാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഞാൻ വണ്ടി റിവേഴ്സ് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, വാഹനം ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, വാഹനം സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഏകദേശം ആ ഒരു പോയിന്റിൽ വരുമ്പോൾ ഞാൻ വാഹനം നിർത്തിയതിന് ശേഷം വെളിയിലിറങ്ങി നിങ്ങളെ കാണിക്കാം. ഞാൻ ഇതേ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. രണ്ട് സൈഡിലുള്ള മിററും കൃത്യമായിട്ട് ഞാൻ നോക്കി വാഹനം മെല്ലെ ബാക്കിലേക്ക് എടുക്കുകയാണ്. ഓക്കെ,
ഓക്കെ, ഇപ്പോൾ ഏകദേശം ആ ഒരു ലെഫ്റ്റ് സൈഡിലെ ആ ഒരു മതിലിനോടടുത്ത് വണ്ടിയുടെ ആ ഒരു ഡോർ ഹാൻഡിൽ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇപ്പോൾ ഏകദേശം അവിടെയാണ് ബാക്കിലെ ലെഫ്റ്റ് സൈഡിലെ ടയർ ഉള്ളത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സ്റ്റിയറിംഗ് മൊത്തത്തിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ വെളിയിലിറങ്ങി ക്ലിയർ ആയിട്ട് ആ ഒരു ഭാഗം നിങ്ങളെ കാണിക്കാം. ഓക്കെ, നിങ്ങൾ നോക്കുക, ബാക്ക് സൈഡിലെ റൈറ്റ് സൈഡിലെ ടയറും ഏകദേശം ഈ ഒരു ഭിത്തിയും കൃത്യമായിട്ട് ആ ഒരു ലെവലിൽ വന്നു. ബാക്ക് സൈഡിലുള്ള ഡിക്കിയുടെ നീളം കുറേ കൂടെ ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൊസിഷൻ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ റിവേഴ്സ് എടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ നോക്കി റിവേഴ്സ് എടുക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നോക്കുക. ഏകദേശം ലെഫ്റ്റ് സൈഡിലെ ടയറിന് നേരെയായിട്ട് നമ്മുടെ ഈ ഒരു മതിൽ വന്നിട്ടുണ്ട്, ഈ ഒരു ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് വാഹനം റിവേഴ്സ് എടുക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു റോഡിലേക്ക് വാഹനം റിവേഴ്സ് എടുക്കുവാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഞാൻ റിവേഴ്സ് എടുത്ത് കാണിക്കാം, നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. ഓക്കെ, വീണ്ടും ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓൾറെഡി റിവേഴ്സ് ഗിയറിലാണ് സ്റ്റിയറിംഗ് മൊത്തത്തിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മെല്ലെ ആക്സിലറേറ്റർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് കാലയച്ച് വണ്ടി മെല്ലെ ബാക്കിലേക്ക് എടുക്കുകയാണ്. കൃത്യമായിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നുണ്ട്, കാരണം ഏറ്റവും ചേർന്നാണ് ആ ഒരു മതിലുള്ളത്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ഞാൻ പൂർണ്ണമായിട്ടും നോക്കുന്നു. ലെഫ്റ്റ് സൈഡ് അവിടെ ഇറങ്ങി. ഇപ്പോൾ ഞാൻ റൈറ്റ് സൈഡ് നോക്കുകയാണ്. ഓക്കെ, റൈറ്റ് സൈഡ് നോക്കുന്നു. റൈറ്റ് സൈഡ് നോക്കി വാഹനം വെളിയിലേക്ക് വരുന്നു. ഓക്കെ, ഇപ്പോൾ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് വളരെ സേഫായിട്ട് തന്നെ വാഹനം വെളിയിലേക്ക് ഇറങ്ങി. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡും വളരെയധികം സേഫ് ആയിട്ടുണ്ട്. ഞാൻ വാഹനം വീണ്ടും കുറച്ചും കൂടെ ബാക്കിലേക്ക് എടുക്കുന്നു. വാഹനം കുറച്ച് ബാക്കിലേക്ക് വരുന്നു. ഇനി എനിക്ക് ചെയ്യേണ്ടത് വാഹനം പൂർണ്ണമായിട്ടും റോഡിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റോഡ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് മതിലുണ്ട്. റോഡിൻ്റെ ആ രണ്ട് സൈഡിലായിട്ടും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വാഹനം കുറച്ച് ബാക്കിലേക്ക് വന്നതിന് ശേഷം സ്റ്റിയറിംഗ് മൊത്തത്തിൽ റൈറ്റ് സൈഡിലേക്ക് ഓടിച്ചെങ്കിൽ മാത്രമേ വാഹനത്തിൻ്റെ ബാക്ക് റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് വണ്ടിയുടെ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. ഓക്കെ, വണ്ടിയുടെ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. റൈറ്റ് സൈഡിലെ മിറർ കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് വാഹനം വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ലെഫ്റ്റ് സൈഡിലെ മിററും നോക്കുന്നു. ഓക്കെ, വാഹനം മെല്ലെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ലെഫ്റ്റ് റൈറ്റ് നോക്കി വാഹനം വെളിയിലേക്ക് ഇറങ്ങുന്നു. ഓക്കെ, നിങ്ങൾ നോക്കുക, വാഹനത്തിൻ്റെ ടയർ ഏകദേശം ആ റോഡിൻ്റെ ലൈനിനോട് അടുത്ത് വന്നിരിക്കുന്നു. ഇനി ഞാൻ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും റൈറ്റ് സൈഡിലേക്ക് ഒടിച്ചെങ്കിൽ മാത്രമേ വാഹനത്തിൻ്റെ ബാക്ക് ആ റോഡിലേക്ക് കയറത്തുള്ളൂ. ഓക്കെ, ഞാൻ സ്റ്റിയറിംഗ് വീണ്ടും റൈറ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകാനാണ് ഡോറ് തുറന്ന് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി ഞാൻ പൂർണ്ണമായിട്ടും റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഒടിച്ചു കൊടുത്ത് വാഹനം മിറർ നോക്കിക്കൊണ്ട് തന്നെ നമ്മൾ വാഹനം പുറകോട്ട് എടുക്കുന്നു. ഓക്കെ, പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ വണ്ടി കൃത്യമായിട്ടും റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ നോക്കുക, വണ്ടി ഇപ്പോൾ റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ചെയ്തത് വണ്ടിയുടെ ബാക്കിലെ ടയർ ഏകദേശം ആ ഒരു ലൈനോട് ചേർന്ന് വന്നപ്പോഴാണ് ഞാൻ വാഹനം ഈ പറഞ്ഞതുപോലെ തന്നെ വാഹനത്തിൻ്റെ ടയർ റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുത്ത് വാഹനം റോഡിലേക്ക് റിവേഴ്സിലെടുത്തത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു വാഹനം റിവേഴ്സ് എടുക്കുന്ന സാഹചര്യങ്ങളിൽ കൃത്യമായിട്ടും നിങ്ങൾ വാഹനത്തിൻ്റെ ബാക്കിലെ ടയർ നിങ്ങളൊരു പോയിൻ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വാഹനം റിവേഴ്സ് എടുക്കുക. വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ടയറിൻ്റെ പൊസിഷൻ മനസ്സിലാകുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ ഡോർ ഹാൻഡിൽ, അതായത് പുറകിൽ വരുന്ന സീറ്റിൻ്റെ ആ ഒരു ഡോർ ഹാൻഡിൽ നിങ്ങളൊരു അടയാളമായിട്ട് നോക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ബാക്കിലെ ഡോറിൻ്റെ ആ ഒരു ഹാൻഡിൽ ഒരു അടയാളമായിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ട് ഏകദേശം ആ ഒരു അടയാളത്തിനോടടുത്ത് വാഹനം വരുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു സൈഡിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ഒബ്ജക്റ്റിനോടടുത്ത് ഡോർ ഹാൻഡിൽ ഏകദേശം ആ ഒരു പൊസിഷനിൽ വരുമ്പോൾ നിങ്ങൾ സ്റ്റിയറിംഗ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒക്കെ തിരിച്ച് നിങ്ങൾ വാഹനം റിവേഴ്സ് എടുക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അതിനൊരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. വീണ്ടും നമുക്ക് മറ്റൊരു
വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.